ഹലോ മക്കളെ, അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ് ബയോളജീൻ്റെ തേർഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയേണ്ടത് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ആണ്, പോഷകങ്ങളുടെ ഉറവിടം. ന്യൂട്രിയൻസ് ആർ എസെൻഷ്യൽ ഫോർ മെറ്റബോളിസം. അപ്പോൾ മെറ്റബോളിസം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ എന്താവശ്യമുണ്ട്? പോഷകങ്ങൾ ആവശ്യമാണ്, അല്ലേ? അപ്പോൾ അനിമൽസിന് എവിടെ നിന്നാണ് ഈ പോഷകങ്ങൾ ലഭിക്കുന്നത്? ഓക്കെ, ഹൗ ഡു അനിമൽസ് ഗെറ്റ് ദം, അതായത് ഈ ന്യൂട്രിയൻസ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഓക്കെ, അതേപോലെ വാട്ട് അബൌട്ട് പ്ലാന്റ്സ് എന്നും ചോദിച്ചിട്ടുണ്ട്. സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മൾക്ക് സസ്യങ്ങളുടേത് പറയാം, അത് കഴിഞ്ഞിട്ട് അനിമൽസിൻ്റേത് പറയാം കേട്ടോ. അപ്പോൾ സസ്യങ്ങൾക്ക് എന്താണ്? സസ്യങ്ങൾ ഓട്ടോട്രോപ്സ് ആണ്. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ്, അല്ലേ? ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപോഷികൾ. എന്താണ് സ്വപോഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദേ ആർ കേപ്പബിൾ ഓഫ് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്, അല്ലേ? അവയ്ക്ക് സ്വന്തമായിട്ട് അവയുടെ ഭക്ഷണം പാകം ചെയ്ത് അവയുടെ പോഷകങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. എങ്ങനെയാണ്? ആ പ്രോസസ്സിനൊരു പേരുണ്ട്. എന്താണ്? ഫോട്ടോ സിന്തസിസ്, അല്ലേ? പ്രകാശ സംശ്ലേഷണം. അതായത് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി അവയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. ഓക്കെ, അപ്പോൾ അനിമൽസ് എന്താണ്? ഹെട്രോട്രോപ്സ് ആണ്, അതായത് പരപോഷികൾ എന്ന് പറയും. ഓക്കെ, ഹെറ്റോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡ് ഓൺ ഓട്ടോട്രോപ്സ്, അല്ലേ? ഓട്ടോട്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫുഡിന് വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട്, പോഷകങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പ്ലാന്റ്സിനെ അനിമൽസിൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആശ്രയിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ്? ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ്. അപ്പോൾ പ്ലാന്റ്സ് ഫുഡ് നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് ഒക്കെ നമ്മൾ ഇതിനു മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എന്താണ്? ലിസ്റ്റ് ദ കോമ്പോണൻറ്റ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് ആവശ്യമായ ഘടകങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഘടകങ്ങളാണ് ഫോട്ടോസിന്തസിസിന് ആവശ്യം? ഫോട്ടോസിന്തസിന് മെയിനായിട്ട് ആവശ്യമുള്ള ഒരു ഘടകം അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ക്ലോറോഫിൽ കൂടാതെ വേറെ എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യം? ക്ലോറോഫിൽ കൂടാതെ ആവശ്യമുള്ളൊരു ഘടകമാണ് സൺലൈറ്റ്, അല്ലേ? സൂര്യപ്രകാശം. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. പിന്നീട് എന്താ വേണ്ടത്? വാട്ടർ. അപ്പോൾ ജലവും കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റും ക്ലോറോഫിലും, ഈ 4 പ്രധാന ഘടകങ്ങളാണ് ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ളത്. നമുക്കറിയാം പ്ലാന്റ്സിൽ ലീഫിൽ വെച്ചിട്ട്, ഇലയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ്സിൻ്റെ അതായത് ലീഫിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടോ എന്നാണ്. ഓക്കെ, ലീഫിൻ്റെ എല്ലാ പാർട്ടിലൊന്നും നടക്കുന്നില്ല, ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുന്ന ആ ഒരു അവയവ ഭാഗം, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൽ എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റാണ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് ലീഫിലെ മീസോഫിൽ കോശങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൽ മെയിനായിട്ട് 2 പാർട്ടാണുള്ളത്. അതായത് ഫ്ലൂയിഡ് പാർട്ട്, അതായത് അതിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രോമ. ഓക്കെ, ഫ്രീ സ്പേസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രോമ. ഓക്കെ, അതിൽ കാണപ്പെടുന്ന സ്റ്റോക്സ്, അതായത് ഇങ്ങനെ അടുക്കുകൾ പോലെ കാണപ്പെടുന്നത്, ഓക്കെ, അടുക്കുകൾ പോലെ ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കുകളായിട്ട് കാണുന്നതിനെ പറയുന്ന പേരാണ് ഗ്രാനം. ഓക്കെ, അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ പാർട്ട് സ്ട്രോമ, അതായത് അതിനകത്തുള്ള ഇന്നർ പാർട്ട്, അതിനകത്തെ സ്പേസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രോമ. അതിനകത്ത് കാണപ്പെടുന്ന അടുക്കുകളെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാനം. ഓക്കെ, അപ്പോൾ ഗ്രാനയിലാണ് ക്ലോറോഫില്ലുകൾ കാണപ്പെടുന്നത്. ഓക്കെ, ഗ്രാനയിലാണ് എന്ത് കാണപ്പെടുന്നത്? ക്ലോറോഫില്ല് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെംബ്രെയിൻ സാക്കുകൾ, ഈ ഗ്രാനയിൽ കാണപ്പെടുന്ന ഈ സാക്കുകളെ, ഈ സഞ്ചികളെ, അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള അടുക്കുകളെ പറയുന്ന പേരാണ് തൈലക്കോയിഡ്സിൻ്റെ സ്റ്റാക്കുകളാണ്. ഓക്കെ, തൈലക്കോയിഡ് എന്ന് പറയുന്ന സ്ഥരസഞ്ചികളുടെ അടുക്കാണ്. ഈ അടുക്കുകൾക്കുള്ളിലാണ് ക്ലോറോഫില്ല് കാണപ്പെടുന്നത്. ഓക്കെ, അതുകൂടാതെ ഒരു സ്ട്രോമ ലാമെല്ല എന്ന് പറയുന്ന ഗ്രാനയെ
രണ്ട് ഗ്രാനുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് സ്ട്രോമ ലാമെല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ട്രോമ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് പാർട്ടാണ്, അതായത് ദ്രാവക രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതിനൊരു ബാഹ്യസ്തരമുണ്ട്, അതേപോലെ തന്നെ അതിനകത്തൊരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഓക്കെ, ഇന്നർ മെംബ്രെയിൻ ഒരു ഇന്നർ പ്രൊട്ടക്ഷൻ പോലെയുള്ള ഇന്നർ മെംബ്രെയിനും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലോറോപ്ലാസ്റ്റിലുള്ളത്. ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ക്ലോറോപ്ലാസ്റ്റിനകത്ത് വെച്ച് എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് മെയിനായിട്ട് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഘട്ടത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ ഫേസിന് നമ്മൾ ലൈറ്റ് ഫേസ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഫേസിന് നമ്മൾ ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് ഗ്രാനയ്ക്കകത്ത് നടക്കുന്നതാണ്. ഗ്രാനയ്ക്കകത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ലൈറ്റ് ഫേസ് നടക്കുന്നത്. ഓക്കെ, ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ്, അതായത് ലൈറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഈ ഒരു ഫേസിനെ, ഈ ഒരു ഘട്ടത്തെ നമ്മൾ എന്ത് പറയുന്നു? ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രകാശഘട്ടം എന്ന് പറയുന്നു. ഓക്കെ, ഇനി എന്താണ് ഇവിടെ നടക്കുന്ന പ്രക്രിയ? ഇവിടെ എന്തോ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അല്ലേ? ആ ഫങ്ഷൻ എന്ന് പറയുന്നത് വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ജലം എന്തായി മാറുന്നു? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കുന്നു. ആ പ്രക്രിയയാണ് എവിടെ നടക്കുന്നത്? ഗ്രാനയ്ക്കകത്ത് നടക്കുന്നത്. ഓക്കെ, അതിന് ശേഷം നടക്കുന്നത് ഓക്സിജൻ എക്സ്പെൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓക്സിജനെ പുറന്തള്ളുകയും ഹൈഡ്രജൻ റീച്ചസ് ടു സ്ട്രോമ. ഹൈഡ്രജൻ എങ്ങോട്ടേക്ക് പോകുന്നു? സ്ട്രോമയിലേക്ക് എത്തുന്നു. ഓക്കെ, ATP, ദ എനർജി മോളിക്യൂൾ ഈസ് ഫോംഡ്. അപ്പോൾ അതോടൊപ്പം എന്തും ഉണ്ടാകുന്നുണ്ട്? ഊർജ്ജ തന്മാത്രകളായ ATPയും കൂടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നടക്കുന്നത്? ഗ്രാനയിലാണ് നടക്കുന്നത്. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ, സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. പ്രോസസ്സ് എന്താണ് നടക്കുന്നത് അവിടെ? വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു എന്താണ്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടർ ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ വിഘടിക്കുന്നു. അതോടൊപ്പം ഓക്സിജൻ ഔട്ട്സൈഡിലേക്ക്, പുറത്തേക്ക് പോവുകയും ഹൈഡ്രജൻ എങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു? സ്ട്രോമയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ ATP എനർജി മോളിക്യൂൾ ഈസ് ഫോംഡ്. ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ സെക്കൻഡ് സ്റ്റേജായ ഡാർക്ക് ഫേസിൽ എന്തൊക്കെയായിരിക്കും നടക്കുക? അപ്പോൾ ലൈറ്റ് ഫേസ് ഗ്രാനയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡാർക്ക് ഫേസ് എവിടെയായിരിക്കും നടക്കുക? ഡാർക്ക് ഫേസ് സ്ട്രോമയിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രോമയിലെ ഡാർക്ക് ഫേസ് എന്ന് പറയാൻ കാരണം അവിടെ ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല, പ്രകാശം ഉപയോഗപ്പെടുത്തുന്നില്ല. പ്രകാശം ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് എന്ത് എന്നറിയപ്പെടുന്നത്? അത് ഡാർക്ക് ഫേസ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആൻഡ് എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം ലൈറ്റ് ഫേസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ബൈ കമ്പൈനിങ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്ന്, അതായത് ATPയുടെ സഹായത്തോടെ, ATPയുടെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ ആ ഊർജവുമായിട്ട് കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസായിട്ട് മാറുന്ന പ്രക്രിയനെ പറയുന്ന പേരാണെന്ത്? ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം. അപ്പോൾ ഈ ഡാർക്ക് ഫേസ് 1961 എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനുകൾ എക്സ്പ്ലെയിൻ ചെയ്തത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡാർക്ക് ഫേസിനെ കാൽവിൻ സൈക്കിൾ എന്നും കൂടി അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ ഡാർക്ക് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നടക്കുന്നത്? സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്. എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ കമ്പൈൻ ടു ഫോം ഗ്ലൂക്കോസ്. ഓക്കെ, ബൈ യൂസിങ് ATP ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജനുമായി കൂടി ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബോക്സ് നോക്കാം. എന്താണ്, എവിടെയൊക്കെയാണ് സൂചന തന്നിട്ടുള്ളത്? എവിടെ വെച്ചാണ് റിയാക്ഷൻ നടക്കുന്നത്? എന്താണ് റിയാക്ഷൻ? പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ്? ലൈറ്റ് ഫേസ് നോക്കാം ആദ്യം. പ്ലേസ് വേർ റിയാക്ഷൻ ടേക്ക് പ്ലേസ്. ലൈറ്റ് ഫേസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. റിയാക്ഷൻ എന്താണ്? വാട്ടർ മോളിക്യൂൾ ബ്രേക്സ് ഡൗൺ വിത്ത് ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വാട്ടർ മോളിക്യൂൾ എന്താവുന്നു?
ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രോഡക്റ്റ് എന്താണ്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും ATP ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഹൈഡ്രജൻ, ഓക്സിജൻ, ATP 3 കാര്യങ്ങളാണ് ലൈറ്റ് ഫേസിൽ ഉണ്ടാകുന്നത്. ഇനി ഡാർക്ക് ഫേസ് നോക്കൂ. ഡാർക്ക് ഫേസിൻ്റെ റിയാക്ഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. റിയാക്ഷൻ എന്താണ്? റിയാക്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, പ്രൊഡക്റ്റ് എന്താണ്? ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനമാണ് ഇതിൽ നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രോസസ്സ് 2 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നത്. എവിടെ വെച്ചാണ്? ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചാണ് നടക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിലും ഗ്രാനയിലും വെച്ചാണ് ഫോട്ടോസിന്തസിസിൻ്റെ പ്രധാന ഘട്ടങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പേജ് നമ്പർ 19 ആ ഒരു ചെറിയ ഇല്ലുസ്ട്രേഷൻ 1.10 ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കോളം റിയാക്റ്റൻസ് ആണ്. ഓക്കെ, റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്കെ, വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അത് സൺലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെയും പ്രസൻസിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്ത ഗ്ലൂക്കോസ് എന്താണ്? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അത് സ്റ്റാർച്ചായിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓക്കെ, സ്റ്റാർച്ച് ഈസ് ഇൻസൊല്യൂബിൾ. ഓക്കെ, സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്നത് ഇൻസൊല്യൂബിളാണ്, അലയമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ് പ്ലാന്റിൽ എന്ത് ചെയ്യപ്പെടുന്നത്? സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിൻ്റെ മെറ്റബോളിസത്തിന്, അതായത് സസ്യങ്ങളുടെ മെറ്റബോളിസത്തിന് ആവശ്യമായ ഊർജം ഏതിൽ നിന്ന് ലഭിക്കുന്നു? ഇത്തരം സ്റ്റാർച്ച് അല്ലെങ്കിൽ ഇത്തരം പദാർത്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാർച്ചിന് മെറ്റബോളിസം നടക്കുമ്പോൾ, സ്റ്റാർച്ച് മെറ്റബോളിസത്തിന് വിധേയമാകുമ്പോൾ മറ്റു പല പദാർത്ഥങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ വിവിധ പോഷക സ്രോതസ്സുകൾ അല്ലെങ്കിൽ വേരിയസ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സിൽപ്പെട്ട സ്റ്റാർച്ച്, സുക്രോസ്, ഫ്രക്ടോസ് ഒക്കെ നമ്മൾക്ക് ഏതിൽ നിന്ന് ലഭിക്കുന്നതാണ്? പ്ലാന്റ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതേപോലെ ഫാറ്റ്, കൊഴുപ്പ് നമുക്ക് ലഭിക്കുന്ന കുറച്ച് ഘടകങ്ങൾ അവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള സിറിയൽസ് അല്ലേ, നമ്മുടെ ധാന്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ വിറ്റാമിൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രൂട്ട്സിൽ നിന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ നമുക്കതും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ലഭിക്കുന്നത്, അതായത് നമ്മളുടെ മെയിൻ ന്യൂട്രിയൻ സോഴ്സസ്, നമ്മളുടെ പ്രധാന പോഷക സ്രോതസ്സുകളൊക്കെ നമ്മൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് പ്ലാന്റ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്നാണ്. നമ്മൾ സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ന്യൂട്രിയൻസ്, അതായത് നമ്മൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നേടുന്നത്. ഓക്കെ, ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ആനിമൽസിനൊക്കെ. അപ്പോൾ അവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഫോട്ടോസിന്തസിസ് വഴി എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു അല്ലേ. ഗ്ലൂക്കോസ് സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ആവുന്നു, സ്റ്റാർച്ച് സുക്രോസായിട്ട് കൺവേർട്ട് ആവുന്നു. ദെൻ സുക്രോസിനുണ്ടാകുന്ന ചേഞ്ചസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റ് വിറ്റാമിൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ്? പ്രോട്ടീൻസ് ഉണ്ട്, ദെൻ ഫാറ്റ്സ്, കൊഴുപ്പുകളുണ്ട്, അതേപോലെ തന്നെ സ്റ്റാർച്ച്, അന്നജം, അതേപോലെ സുക്രോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഈ സ്റ്റാർച്ചിന് മെറ്റബോളിസം സംഭവിച്ച് ഉണ്ടാവുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് കാര്യങ്ങളാണ് മനസ്സിലായത്? ഇപ്പോൾ പ്ലാന്റ്സ് ആണ് ബേസിക് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അല്ലേ. പ്ലാന്റ്സ് ആണ് ബേസിക് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ത്രൂ മെറ്റബോളിസം റീച്ച് ഹെർബിവോഴ്സ്, അതായത് സസ്യങ്ങളുടെ മെറ്റബോളിസത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഈ പോഷകഘടകങ്ങൾ ആര് ആഹാരമാക്കുന്നു? സസ്യബുക്കുകൾ ആഹാരമാക്കുന്നു. അതായത് ഹെർബിവോഴ്സ്, പ്ലാന്റ്സിനെ ഫീഡ് ചെയ്യുന്ന, പ്ലാന്റ്സിനെ ഭക്ഷണമാക്കുന്ന ജീവികൾ ഭക്ഷണമാക്കുന്നു. ഓക്കെ, ആൻഡ് ഹെർബിവോഴ്സ് ആർ ഈറ്റൺ ബൈ ദി കാർണിവോഴ്സ്, അതായത് മാംസാഹാരികൾ അല്ലെങ്കിൽ മാംസബുക്കുകൾ ഈ ഹെർബിവോഴ്സിനെ, അതായത് സസ്യബുക്കുകളെ ആഹാരമാക്കിക്കൊണ്ട് അതിനകത്തേക്ക് അല്ലെങ്കിൽ അതിന് പോഷണം ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും വൈ പ്ലാന്റ്സ് ആർ കോൾഡ് ഓട്ടോട്രോപ്സ് ആൻഡ് അനിമൽസ് ആർ കോൾഡ് ഹെറ്റോട്രോപ്സ്, അതായത് എന്തുകൊണ്ടാണ് സസ്യങ്ങളെ സ്വപോഷികളെന്നും ജന്തുക്കളെ പരപോഷികളെന്നും വിളിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം സസ്യങ്ങൾ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ദെൻ അതേപോലെ ജന്തുക്കളൊക്കെ എന്താണ്? ഈ സസ്യങ്ങളെ നേരിട്ടോ അല്ലാതെയോ
ആഹാരത്തിനായിട്ട് അല്ലെങ്കിൽ അവരുടെ ന്യൂട്രിയൻസിന്, അവരുടെ പോഷകത്തിനായിട്ട് എന്ത് ചെയ്യുന്നതാണ്, ആശ്രയിക്കുന്നവയാണ്. ഓക്കെ, അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ ആസ് വെൽ ആസ് ഓൺ ലാൻഡ്. കരയിലും ജലത്തിലും സസ്യങ്ങൾ വളരുന്നുണ്ട്. ഹു ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ ആൻഡ് അതർ വാട്ടർ ബോഡീസ്. അതായത് സമുദ്രത്തിലും മറ്റുള്ള ജലസ്രോതസ്സുകളിലുമൊക്കെയുള്ള ഈ ഉൽപ്പാദകർ, പ്രൊഡ്യൂസേഴ്സ് ആരാണ്? ഓക്കെ, അപ്പോൾ ഓഷ്യൻ പോലെയുള്ള അല്ലെങ്കിൽ സമുദ്രം, ഓഷ്യനിലൊക്കെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, ആൽഗകൾ, അക്വാട്ടിക് പ്ലാന്റ്സ്, അതായത് ഓക്കെ ഇത്തരം അക്വാട്ടിക് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൽഗെ പോലെയുള്ള അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് ഓഷ്യനിലെ, സമുദ്രത്തിലെ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലൊക്കെ മെയിനായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്, ഉൽപ്പാദകരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെയുള്ളത് നോക്കാം. സബ്സ്റ്റൻഷ്യൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് റിലീസ്ഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ. അതായത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനിലെ ഒരു നല്ലൊരു ഭാഗവും ആരാണ് റിലീസ് ചെയ്യുന്നത്? ഓഷ്യനിലെ അല്ലെങ്കിൽ സമുദ്രത്തിലെ ഉൽപ്പാദകരാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, പൊല്യൂഷൻ ഈസ് ദ മോസ്റ്റ് സീരിയസ് ത്രെറ്റ് ദാറ്റ് മറൈൻ എക്കോസിസ്റ്റം ഫേസസ്. അതായത് സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക്, മറൈൻ എക്കോസിസ്റ്റത്തിന് ഉള്ള സീരിയസ് ആയിട്ടുള്ളൊരു ത്രെറ്റ് അല്ലെങ്കിൽ അതിനൊരു ഭീഷണി എന്ന് പറയുന്നത് എന്താണ്? പൊല്യൂഷനാണ്. ഓക്കെ, മലിനീകരണമാണ്. ഓക്കെ, ആസ് എ റിസൾട്ട് സ്പീഷീസ് ബിക്കം എക്സ്റ്റിൻക്റ്റ് ഇൻ ലാർജ് നമ്പേഴ്സ്. അതായത് അതുകൊണ്ട് തന്നെ ഈ ആവാസ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അവിടെ, അതായത് മറൈൻ അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ, അതായത് അത്തരം സസ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആൽഗെ പോലെയുള്ള വസ്തുക്കൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? വലിയ തോതിൽ അല്ലെങ്കിൽ വളരെ വലിയ അളവിൽ വംശനാശം ഏൽക്കുന്നുണ്ട് അല്ലെങ്കിൽ വംശനാശം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അക്വാട്ടിക് സിസ്റ്റം അല്ലെങ്കിൽ അക്വാട്ടിക് നമ്മുടെ മറൈൻ എക്കോസിസ്റ്റം അതിനെന്തെങ്കിലും തരത്തിലുള്ള ദോഷം ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിനെയും ബാധിക്കും? അറ്റ്മോസ്ഫിയർ, നമ്മളുടെ, അതായത് ഹ്യൂമൻസും ആനിമൽസും ഒക്കെ ജീവിക്കുന്ന കരയിലുള്ള എക്കോസിസ്റ്റത്തിനെയും ബാധിക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ഓഷ്യൻ പൊല്യൂഷൻ. കടലിൻ്റെ മലിനീകരണം തടയുന്നതിനാവശ്യമായ വഴികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഇപ്പോൾ ഏതൊക്കെയാണ്? പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, വേസ്റ്റൊക്കെ ഡംപ് ചെയ്യാണ്ടിരിക്കുക, അതേപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ എണ്ണം കുറയ്ക്കുക, ദെൻ അതർ കെമിക്കൽസൊക്കെ, കെമിക്കലിൻ്റെ യൂസ് ഒക്കെ കുറയ്ക്കുക. അപ്പോൾ ഇത്തരം പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ മെത്തേഡ്സും എന്തിനേയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ലതാണ്. ഓഷ്യനിലെ പൊല്യൂഷൻ തടയാനും നല്ലതാണ്. ഓക്കെ, അപ്പോൾ 9ാം ക്ലാസ് ബയോളജീൻ്റെ 1ാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്